ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫിഷിംഗ് കേരള ബൈ യൂണിവേഴ്സിറ്റിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മീനിനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പാടങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു മീനാണിത്. ഈ മീനിനെ ഞങ്ങളിവിടെ നെറ്റിമാൻ എന്നാണ് വിളിക്കുക, മാനത്ത് കണ്ണി എന്നൊക്കെ വിളിക്കും. ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഇതിന്റെ ഈ തലയുടെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു വെള്ള പൊട്ടാണ്. അപ്പോ വെള്ളത്തിന്റെ മുകൾ തട്ടിലൂടെ ഇങ്ങനെ പൊങ്ങി സഞ്ചരിക്കുന്ന ഒരിനം മത്സ്യമാണ്. ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ ഓടി മറിയുന്ന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ശരീരത്തിൽ ഇതുപോലുള്ള കറുത്ത വരകളും അല്ലെങ്കിൽ ചിലപ്പോൾ ചില തിളങ്ങുന്ന പൊട്ടുകളും കാണാറുണ്ട്. ഇതാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു ഇനം നെറ്റിമാനാട്ടാ. ഇത്രയൊന്നും സാധാരണ കാണാറില്ല. അപൂർവമായിട്ട് നമുക്ക് ഈ വലിപ്പം ഉള്ളതിനെയും കാണാം. ഇത് നമ്മുടെ കണ്ടില്ലേ, ഇതിനെ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. അപ്പോ ഈ മീനുകൾ പൊതുവെ ഇതുപോലെ ചൂണ്ടയിട്ട് കിട്ടാറില്ല. ഇപ്പൊ ഇന്ന് അങ്ങനെ പാടത്ത് പോയപ്പോ നമുക്കൊരു മീനിനെ കിട്ടിക്കണം. പാടത്ത് പോയാലേ പ്രധാനമായും കിട്ടുന്ന ഒരു മീനാണിത്. ഈ മീനിനെ ഞങ്ങളിവിടെ സിലോപ്പി എന്നാണ് വിളിക്കുക. ഇതിന്റെ ശരീരം നല്ല ഉരായിരിക്കും. നല്ല മിനുസം ഉണ്ടാവില്ല, ഉരയായിരിക്കും. മാത്രമല്ല ഇതിന്റെ ഈ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും നല്ല മുള്ളുകൾ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഇതിന്റെ ഈ ഒരു ചിളകളന്റെ ഇടയില് ഇവിടെ ഈ രണ്ട് സൈഡിലും നല്ല മുള്ളുണ്ടാവും. ജീവനുണ്ടാവുമ്പോ ഇതിനെ പിടിച്ചാല് ഇതുകൊണ്ടൊക്കെ നല്ല കുത്ത് കിട്ടും. അത് മാത്രമല്ല ഇതിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇട്ടാല് ഈ ചികള കുത്തിക്കൊണ്ട് ഇങ്ങനെ ചെറിയ ചെളിയിൽ വരെ നമുക്ക് ഒരു മീനിനെ കിട്ടുന്നതാണ്. ഇതാണ് ഈ മീനെ ഞങ്ങളിവിടെ കടു എന്നാണ് വിളിക്കുക, ചില സ്ഥലത്ത് കാരി എന്ന് വിളിക്കും. അപ്പൊ ഇത് നല്ല കറുത്ത നിറത്തിലുള്ള കടുവാണ്. സാധാരണ ഒരു ഇരുണ്ട പച്ചായ ഒരു കാര്യം കിട്ടാറുണ്ട്. ഇത് കറുത്ത നിറത്തിലുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ തിരിച്ചറിയാനുള്ള പ്രത്യേക അടയാളം ഇത് ഇതിന്റെ മീശയും ഈ സൈഡിലുള്ള ഈ ഒരു ഒരു സൈഡിലല്ല, രണ്ട് സൈഡിലും ഉണ്ടാവും. ഈ കൊമ്പ് കൊണ്ട് കുത്ത് കിട്ടുന്നതാണ് വേദനാണ്. മുതലിന് ഈ മീനെ പിടിക്കുമ്പോ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതിന്റെ വാല് ഒരിക്കലും പിടിക്കാൻ പാടില്ല, തലഭാഗത്ത് പിടിക്കണം. അല്ലാതെ വാല് പിടിച്ചാലേ ഇതിന്റെ എങ്ങനെ പിടിക്കുമ്പോ ഈ സൈഡ് വന്നുകൊണ്ട് നമ്മളെ കയ്യിന് കൊത്താൻ നല്ല സാധ്യതയുണ്ട്. ഈ മീനിനെ പിടിക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ല കുത്ത് കിട്ടും.